എൻ്റെ പേര് രജനി. എൻ്റെ ജോബ് ഇൻഷുറൻസ് ആണ്. ധാരാളം വെയിലും മഴയും എല്ലാം കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ഫീൽഡ് വർക്കാണല്ലോ നമുക്ക് കൂടുതലുള്ളത്. ഈ ഇടയ്ക്ക് ഞാൻ വെയിൽ അധികമായ സമയത്ത് കുറച്ച് വെയിൽ അധികം കൊള്ളുകയും അതിന്റെ ഭാഗമായിട്ട് തലവേദന. ആദ്യത്തെ 1-2 ദിവസം ഞാൻ മാറും എന്ന് വിചാരിച്ച് നല്ല വെള്ളമൊക്കെ കുടിച്ചു നോക്കി. പക്ഷെ ആ തലവേദന കൂടി മൈഗ്രെയിൻ ആയി, ആകെ ഇറിറ്റേഷൻ. ഇഞ്ചക്ഷൻ വെച്ചു, ട്രിപ്പ് ഇട്ടു. ഒരു 5 ദിവസം ഞാൻ പൂർണ്ണമായും കിടന്നു, റെസ്റ്റ് എടുത്ത് നോക്കി. പക്ഷെ തലവേദനയ്ക്ക് മാത്രം യാതൊരു സമാധാനവും വന്നില്ല. അപ്പോഴാണ് ഞാൻ എൻ്റെ സുഹൃത്ത് ഡോക്ടർ അപർണ വിളിച്ചത്. ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത്, രജനിമാ ഇങ്ങോട്ട് വന്നോളൂ, നമുക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് നടത്താന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഈ മൈഗ്രെയിൻ എങ്ങനെ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് ആയുർവേദത്തിൽ മാറുക എന്നൊക്കെ ഉള്ള ഒരുപാട് കൺഫ്യൂഷൻസും കൊണ്ടാണ് വന്നത്. എന്നാലും ഞാൻ വിചാരിച്ചു 5 ദിവസം പോയല്ലോ, ഇതും കൂടി ഒന്ന് നോക്കാന്ന് വിചാരിച്ചു വന്നു. അവിടെ വന്നിട്ട് ചെയ്ത ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയാതെ എനിക്ക് സാധിക്കില്ല. കാരണം ചൂടും പുകയും കൂടിയിട്ട് കൈയുടെ വെള്ള വരെ ചുട്ടുപകയുന്ന അവസ്ഥയായിരുന്നു. കൈ വെള്ള ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഐസിൽ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദേഹമാണെങ്കിൽ AC റൂമിൽ നിന്ന് പുറത്തിറങ്ങാത്തൊരവസ്ഥ. ദേഹം മുഴുവൻ ചുട്ടുപൊള്ളിയിട്ടാണ് ഞാൻ വന്നത്. തലവേദനയിൽ കൂടുതൽ എന്നെ മാനസികമായി പീഡിപ്പിച്ചത് ഈ ചുട്ടുപൊള്ളലായിരുന്നു. ഡോക്ടറെ അടുത്ത് വരികയും ഡോക്ടർ ആദ്യം എനിക്ക് നസ്യം തന്ന്, അത് കഴിഞ്ഞൊരു കഷായ ട്രീറ്റ്മെന്റ്. ഞാൻ എന്താ പറയാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. അതിന്റെ ഒരു ഫീല്, ആ ഒരു സുഖപ്പെടല്. പിന്നെ ഇങ്ങോട്ട് ഇതുവരെ എനിക്ക് തലവേദന വന്നില്ല. അത് മാത്രമല്ല, ചുട്ടുപകലിനൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ആശ്വാസമാണ്. അപ്പൊ ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, എനിക്ക് തൈറോയിഡിന്റെ സർജറി ചെയ്ത് തൈറോയിഡ് ഇല്ല. പീരിയഡ്സ് നിന്ന് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ സ്ത്രീകളിൽ പൊതുവേ കാണപ്പെടുന്നതാണ് ഈ ചുട്ടുപകയില്. അതിന്റെ കൂടെ നമ്മുടെ അന്തരീക്ഷത്തിലെ ചൂടും കൂടെ കൂടിയപ്പോൾ മൈഗ്രെയിനും കൂടെ ഇറങ്ങിയിട്ട് ഒക്കെ കഷ്ടപ്പെട്ടു പോയി. പക്ഷെ എനിക്ക് ഈ ഒരു അവസരത്തിൽ ഡോക്ടറോടുള്ള കടപ്പാട് അല്ലെങ്കിൽ നന്ദിയാണോ സ്നേഹമാണോ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. അത്രയും ഗ്രാറ്റിറ്റ്യൂഡാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ ഡോക്ടറോട് പറയാനുള്ളത്. അതിൽ കൂടുതൽ എന്നെ ആകർഷിച്ച സംഭവം എന്താന്ന് വെച്ചാൽ, വളരെ ചെറിയൊരു എമൗണ്ടിൽ ഇതിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു എന്നുള്ളതാണ്.